റിയാസ്, അതോടൊപ്പം തന്നെ ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഈ ബസ്സുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് വ്യാപകമായി പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. എത്രത്തോളം കാര്യക്ഷമമാണ് പരിശോധനകൾ? കമലേഷ്, സ്കൂൾ തുറക്കാൻ ഇരിക്കുകയാണ്. ഒപ്പം തന്നെ മൺസൂൺ വരികയാണ്, മഴക്കാലം വരികയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ സംസ്ഥാന തലത്തിലെ ഒരു തുടക്കമാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പരിശോധനയുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് നീങ്ങുന്ന ഒരു രംഗം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. പ്രധാനമായും ഇപ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു സംയുക്ത പരിശോധന നടക്കുന്നത്. കോഴിക്കോട് RTO PR സുരേഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ സംഭവത്തിൽ ഈ പരിശോധനയെക്കുറിച്ച് പറയാൻ ഇപ്പോൾ KeralaVision ന്യൂസിനോടൊപ്പം കോഴിക്കോട് RTO PR സുരേഷ് ചേരുകയാണ്. സർ, ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഇന്നിപ്പോൾ നടത്തുന്നത്? ഇത് എല്ലാ വർഷവും നടത്തുന്ന പ്രീ മൺസൂൺ ചെക്കിംഗ് ആണ് സ്റ്റേജുകാരികൾ. അപ്പോൾ കാലവർഷം വരുമ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും മഴ പെയ്യുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ, ടയർ, ബ്രേക്ക്, ലൈറ്റുകൾ, വൈപ്പറുകൾ, ഇതുകൂടാതെ അകത്ത് ചോർച്ചയുണ്ടോ, ബസ്സിൻ്റെ പ്ലാറ്റ്ഫോം നല്ലതാണോ, ഇതെല്ലാ വർഷവും നടത്തുന്നതാണ്. ഇതുപോലെ തന്നെ സ്കൂൾ ബസ്സിന് നടത്തുന്നുണ്ട്. അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം പോലീസുമായിട്ട് കമ്പൈൻഡായിട്ട് നടത്തുന്നത് ഇത് എല്ലാ താലൂക്കിലും നടത്തും. മറ്റൊരു കാര്യം, ഈ പൊതുവെ സ്കൂൾ തുറക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വകാര്യ ബസ് ഡ്രൈവർമാർ, ജീവനക്കാരൊക്കെ ഈ സ്കൂൾ വിദ്യാർത്ഥികളോട് തെറ്റായ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ഇൻ്റർവ്യൂ ചെയ്ത് ബസ്സിൽ കയറ്റുന്ന ഒരു സാഹചര്യം. അത്തരം പ്രവണതകൾ ഉണ്ടായാൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക? ബസ്സിൻ്റെ എണ്ണം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. പൊതുഗതാഗത രംഗത്തിന് കോവിഡിന് ശേഷം ഒരു തളർച്ചയുണ്ട്. അത് ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഇത്തരം ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് എൻ്റെ ചെയർമാൻ. അത് എല്ലാ വർഷവും വിളിച്ചു കൂട്ടുന്നതാണ്. വിദ്യാർത്ഥി പ്രതിനിധികളുണ്ടാകും, ബസ്സിൻ്റെ ഉടമകളൊക്കെ ഉണ്ടാകും, അവരുടെ പ്രതിനിധികളും ഉണ്ടാകും. അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. അതാണ് നടപ്പിലാക്കുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ഒരു അഭിമാനക്ഷത ഉണ്ടാകുന്ന രീതിയിലൊന്നും അത് നമുക്ക് അനുവദിക്കാൻ പറ്റുകയില്ല. കാര്യം അവർ രണ്ടാംകിട പൗരന്മാരല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ വ്യക്തമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ അത് മോണിറ്റർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ക്ഷമതാ പരിശോധനയിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയാൽ ഏത് തരത്തിലാണ്? ആദ്യം വാണിംഗ് മാത്രമാണോ, അല്ല പിന്നീട് പെർമിറ്റ് റദ്ദാക്കലടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക എങ്ങനെയാണ്? അല്ല, ഇതൊരു റൂട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ പ്രീ മൺസൂൺ ഒരു ക്യാമ്പയിൻ, ഒരു ബോധവൽക്കരണം കൂടിയാണ്. ഇന്ന് കാര്യമായ കേസ് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവർക്കും അറിയാം പ്രീ മൺസൂണായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊള്ളും. അപ്പോൾ അതിനുശേഷവും അനുസരിക്കാത്ത ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാകും. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കും. ഫിറ്റ്നസ് ക്യാൻസലേഷൻ, പെർമിറ്റ് ക്യാൻസലേഷനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അവസാന ഘട്ടത്തിൽ പ്രയോഗിക്കാം. താങ്ക് യു സർ. കമലേഷ്, എന്തായാലും RTO വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഇന്ന് ക്ഷമതാ പരിശോധനയിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പാണ് പ്രധാനമായും ബസ് ജീവനക്കാർക്ക്, ഒപ്പം തന്നെ ബസ് ഉടമകൾക്കെല്ലാം നൽകുക. പകരം ഇപ്പോൾ തന്നെ കോഴിക്കോട് നടത്തിയ ഈ പരിശോധനയിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച സ്പീഡ് ഗവർണർ അതിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ച രീതിയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്ത്രീകളുടെയും ഒപ്പം തന്നെ വയോധികരുടെയും സീറ്റുകളിൽ അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യം കോഴിക്കോട് നടന്ന ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് അതിൻ്റെ ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കുമൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അത് തിരുത്താനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം നൽകും. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ അതേ ബസ്സുകൾ തന്നെ പിടിയിലാവുന്ന ഒരു സാഹചര്യം വന്നാൽ അവരുടെ പെർമിറ്റ്, ഒപ്പം തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് RTO നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ഒരേ സമയം രണ്ട് തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന് പ്രീ മൺസൂണാണ്, മഴക്കാലം എത്തുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായുള്ള പരിശോധനയാണ്. ഒപ്പം തന്നെ സ്കൂൾ തുറക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബസ്സുകളുടെ ക്ഷമതാ പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടാതെ ഈ വിദ്യാർത്ഥികളോട് തെറ്റായ രീതിയിൽ പെരുമാറുന്ന ഒരു സമീപനമുണ്ടായാൽ, അതായത് വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്ത് കയറ്റുന്ന ഒരു സമീപനമുണ്ടായാൽ അതിനെതിരെ കർശന നടപടി ഉണ്ടാകും. മാത്രമല്ല, നിലവിലെ സംസ്ഥാനത്തെ ബസ്സുകളുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അക്കാര്യം വ്യക്തമാക്കുന്നത്. കാരണം ബസ്സുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പരമാവധി സ്കൂൾ ബസ്സുകളിൽ തന്നെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഇത്തരത്തിലുള്ള ഒരു സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളോട് തെറ്റായ രീതിയിലുള്ള പെരുമാറ്റമുണ്ടായാൽ അത്തരം ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒപ്പം തന്നെ ആ ബസ്സുകളുടെ പെർമിറ്റ് അടക്കം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുകയാണ്. കമലേഷ്.
വ്യക്തമാണ്. മഴക്കാലപൂർവ്വ പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി മോട്ടോർ വാഹന വകുപ്പ് ബസ്സുകളിൽ നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് കോഴിക്കോടും പരിശോധന പുരോഗമിക്കുന്നത്. റിയാസ് KMR ആണ് വിശദാംശങ്ങൾ നൽകിയത്.